ചെറിയൊരു ഔട്ടിങ് പോവാനുണ്ടോ. അപ്പൊ ഇന്ന് സൺഡേ ആണ്, ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പോണത് മറ്റെങ്ങും അല്ല, അതിരപ്പള്ളിയിലേക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഉമ്മയുണ്ട്, ചാച്ചൂസ് ഉണ്ട്, ഓക്കെ, ഹാദി, സയാൻ, സാലിം, കാക്ക, നമ്മളെല്ലാരും കൂടിയിട്ട് ഉച്ച കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടിങ് പോവാണ്. അതിരപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ തന്നെ ഏതാണ്ട് 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിരപ്പള്ളിയിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടും. ഇവിടെ നിന്ന് ഒരു 67 കിലോമീറ്റർ ഉണ്ട് അതിരപ്പള്ളിയിലേക്ക്, അതായത് ഒരു 1.5 മണിക്കൂറിന്റെ യാത്ര. അപ്പൊ പിന്നെ ഇന്ന് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകുന്നതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് സ്നോ സ്റ്റോം തന്നെയാണ്. സയനും സാലിമും വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ ഡിസ്കഷനിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് വല്ലപ്പോഴൊക്കെയാണ് കാണുന്നതെന്ന്. പക്ഷെ ഡെയിലി കാണുന്ന ആൾക്കാരാണ് കേട്ടോ. സാലിമ് ഇക്കക്കന്റെ സിസ്റ്ററിന്റെ മോനാണ്. സയൻ, ഹാദി, സാലിം ഒക്കെ ഏതാണ്ട് സെയിം ഏജ് ഗ്രൂപ്പാണ്. 3 പേരും പഠിക്കുന്നത് സെയിം മദ്രസയിലും. വീടൊക്കെ ഏതാണ്ട് അടുത്തടുത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി കാണുന്ന ആൾക്കാരാണ് കേട്ടോ. എങ്കിലും ഇവർക്ക് പരസ്പരം കാണുമ്പോൾ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആ പിന്നെ ഇന്നത്തെ നമ്മുടെ പോക്കിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല് സൻഹാദി കുറെ ആയി പറയുന്നത് അവർക്ക് സ്നോ സ്റ്റോമിൽ പോണോന്ന്. പല കാര്യങ്ങളും പല തിരക്കുകളൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സിദ്ദീഖ ഏതോ ഒരു മൂവിയിൽ പറയുന്നുണ്ടല്ലോ, കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഒന്നും ആലോചിച്ചില്ല, ഇന്നത്തെ പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഇവർക്കായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നമ്മളിതാ സ്നോ സ്റ്റോമിൽ എത്തിയിട്ടുണ്ട്. സിൽവർ സ്റ്റോമിന്റെ ഒരു പാർട്ടാണ് സ്നോ സ്റ്റോം. ഇന്നത്തെ സമയപരിധി മൂലം നമ്മൾ ഇന്ന് സ്നോ സ്റ്റോമിൽ മാത്രമാണ് കയറുന്നത്. സിൽവർ സ്റ്റോമിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസം വരാം. സ്നോ സ്റ്റോമിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോ ആ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാക്ക എല്ലാവരെയും എണ്ണി തിട്ടപ്പെടുത്തി അങ്ങനെ ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. അപ്പോ അഡൽസിന് 570 രൂപയും കുട്ടികൾക്ക് 540 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇവിടെ നിന്ന് അവരൊരു സ്ലിപ്പ് എഴുതി തരും. അപ്പോൾ ആ ഒരു സ്ലിപ്പ് നമ്മൾ അപ്പുറത്തെ കൗണ്ടറിൽ കൊടുത്തിട്ടാണ് നമ്മൾ ക്യാഷ് പേ ചെയ്യേണ്ടത്. ഇതിപ്പോ ഇതിനകത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഷോക്സ് വാങ്ങിക്കാൻ പോവാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ എല്ലാവരും ഷോക്സ് ധരിച്ചിട്ടുണ്ടാവണം. ഇതൊരു ഫാൻസി ഷോപ്പാണ്. ഇവിടെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത് കുട്ടികളുടെ ടോയ്സ്, പിന്നെ വള, മല, കമ്മല്, പൊട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാം. ടിക്കറ്റ് എടുക്കുമ്പോഴേ നമുക്കുള്ള ടൈമിംഗും കൂടി അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ 5:15 ഞങ്ങളുടെ ടൈം വന്നിട്ടുള്ളത്. ടോട്ടൽ 1 hour ആണ് നമുക്ക് ആ സ്നോയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. ഇപ്പൊ ഞങ്ങള് ആ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ്. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അപ്പോഴേക്കും അവിടുന്ന് സ്റ്റാഫ് നമുക്കിതാ ഇതുപോലെ തുണിയിൽ ഉള്ള ഒരു കവർ പോലെ സംഭവം കൊണ്ടു തന്നിട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ഷൂസ് എല്ലാം ആക്കാം. ഇതിൽ ടോക്കൺ നമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചിവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് ജാക്കറ്റ്, ഒരു ഷൂസ്, അതുപോലെ തന്നെ ഗ്ലൗസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷോക്സ് ഒക്കെ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ ഷൂസ് ഇടാനായിട്ട്. നമുക്ക് ഗ്ലൗസ് അവർ തരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസും കൂടി തരും കേട്ടോ. അപ്പോൾ അത് ആദ്യം വെയർ ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ മേലില് ഈ ഒരു ഗ്ലൗസും കൂടി ഇടാനായിട്ട്. ഇവിടുത്തെ സ്റ്റാഫ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവര് നല്ല സർവീസ് ആണ് കേട്ടോ. നല്ല സപ്പോർട്ടീവ് ആയിട്ട് തോന്നി. കുട്ടികളൊക്കെ ആണെങ്കിലും ഇതൊക്കെ വെയർ ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷെടാ ഇതൊക്കെ എന്തിനാ ഇടുന്നേ എന്ന് വെച്ചാല് അതിനകത്ത് -10 ഡിഗ്രിയാണ് തണുപ്പ്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വന്ന പോലെയല്ല, എല്ലാവരും കളർഫുൾ ആയി. എല്ലാവരും സ്പൈഡർമാനും സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അനൗൺസ്മെന്റ് പോലെ നമുക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്ത് അങ്ങനെ കുട്ടീസിന്റെയൊക്കെ ക്ഷമ നശിയാനായപ്പോ നമ്മുടെ ടൈമും ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ ഈ ഒരു ചേമ്പർ പോലത്തെ സംഭവത്തിനകത്തേക്ക് ആക്കി. എന്താലേ എല്ലാരെയും കാണാൻ ഇതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളെ പോലെ ഉണ്ട്. ഫൈനലി നമ്മൾ ഇനിയിപ്പോ സ്നോയിലേക്ക് ഇറങ്ങാണ്. ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ 45 മിനിറ്റ് നമുക്ക് അവിടുത്തെ റൈഡ്സിലൊക്കെ കയറാവുന്നതാണ്. ലാസ്റ്റ് 15 മിനിറ്റ്സ് സ്നോഫോളും ഡിജിയും ഒക്കെയാണ് ഉണ്ടാവുക.
ആദ്യമേ പറയട്ടെ, ഇവിടുത്തെ റൈഡ്സിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോ നമ്മൾ ആദ്യം കയറിയിട്ടുള്ളത് പേരറിയാത്ത ഈ ഒരു റൈഡിലാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പേര് ആർക്കെങ്കിലും ഒക്കെ അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബിലോ. അപ്പൊ ചാച്ചസ് ആണ് ഫസ്റ്റ് കയറിയിട്ടുള്ളത്. മഞ്ഞില് തകർത്ത് തിമിർത്ത് കളിച്ചും ചിരിച്ചും ഡാൻസും ഒക്കെ കളിച്ച് ആ ഒരു മണിക്കൂർ പോയത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നമ്മുടെ ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ചേമ്പറിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ചേമ്പറിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മുകളിലേക്ക് കയറണം. മുകളിലെത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂസ് ഇതെല്ലാം അവിടെ റിട്ടേൺ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഷൂസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഷൂസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അതെല്ലാം ഇട്ട് സെറ്റായി നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങാണ്. അവിടെ നിന്ന് തിരിച്ച് കാറിൽ കയറിയിട്ടും നമ്മുടെ കുട്ടീസിന്റെ ഇപ്പോഴും ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് സ്നോ സ്റ്റോം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരും പക്ക ഹാപ്പി മോഡിലാണ്. പക്ഷേ എന്തോ ഒരു കുറവ്. നമ്മുടെ ഔട്ടിംഗ് കംപ്ലീറ്റ് ആവണമെങ്കിൽ മിസ്റ്റർ ഷവർമേന്ന് ഒരു അൽഫാം മന്തി അത് മസ്റ്റാണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അൽഫാം മന്തി. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ആണെങ്കിലും ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഈവൻ മോർ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇനി എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? അങ്ങനെ നമ്മൾ എല്ലാരും കൂടി അങ്ങോട്ട് ഫുഡ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി നമുക്ക് സാലിമിനെ വീട്ടിലേക്ക് ആക്കി കൊടുക്കണം. അങ്ങനെ സാലിമിനെ വീട്ടിലേക്ക് ആക്കി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോ ചാച്ചു ഞാൻ വീട് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കുന്നതാണ് കേട്ടോ.
അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാം. അപ്പൊ അടുത്ത വീഡിയോയുടെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.